മുത്തശ്ശ, ദിസ് ഇസ് ദ കംപ്ലീറ്റ് പ്ലാൻ ഓഫ് അവർ പ്രോജക്റ്റ്. ഇതിന്റെ പുറകിലുള്ള ബ്രെയിൻ ആരുടെയാ? ഓ, എനിക്ക് മനസ്സിലായി. ഗോൾഡ് മെഡലിസ്റ്റ് ആണെന്ന് നന്നായിട്ട് മനസ്സിലായി. നിങ്ങൾ രണ്ടും കൂടി ചേർന്നാൽ മതിയല്ലോ. ആയിരിക്കട്ടെ, എത്ര ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരും? ഇൻവെസ്റ്റ്മെന്റിന്റെ കാര്യം പറയാനാണെങ്കിൽ കുറച്ച് കൂടുതലായിരിക്കും മുത്തശ്ശ. ഞാൻ തോറ്റാലും മുത്തശ്ശൻ തോൽക്കാൻ പാടില്ലല്ലോ. അതുകൊണ്ട് മുത്തശ്ശന്റെ ഒരു ഒപ്പീനിയൻ എടുക്കാൻ വേണ്ടി ഞാൻ കാണിച്ചതാ. റാം, ബിസിനസ് എന്ന് പറയുമ്പോൾ ജയപരാജയങ്ങളൊക്കെ അതിന്റെ കൂടെ ഉണ്ടാവും. അതൊക്കെ പാർട്ട് ഓഫ് ദ ലൈഫാ. ഒന്നും ശാശ്വതമല്ല. പ്രോജക്റ്റിലൊരു വിശ്വാസത്തോടെ മുന്നോട്ട് പോകണം. ശരി മുത്തശ്ശ, ഷുവർ. നീയേ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞില്ലേ, അപ്പോഴോ ഓർമ്മ വന്നത്. നമ്മുടെ വിശ്വ നിന്നോടെന്തെങ്കിലും പറഞ്ഞിരുന്നോ? വിശ്വം ചെറിയച്ചനോ? എന്ത് കാര്യമാ മുത്തശ്ശ? എന്റെ അടുത്ത് വന്നേ ഏതോ പ്രോപ്പർട്ടിയുടെ കാര്യം പറഞ്ഞ് ഇൻവെസ്റ്റ് ചെയ്യണമെന്നൊക്കെ പറഞ്ഞിരുന്നു. അവന്റെ ബിസിനസ് ഒന്നും എങ്ങും എവിടെ എത്തുന്നില്ലല്ലോ. എന്നാലും മകൻ ചോദിച്ച വേണ്ടെന്ന് പറയാൻ പറ്റുമോ? അതുകൊണ്ടേ നിന്നോട് വന്ന് സംസാരിക്കാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ചെറിയച്ഛൻ എന്നോടൊന്നും പറഞ്ഞില്ല മുത്തശ്ശ. മുത്തശ്ശൻ ടെൻഷനൊന്നും ആവണ്ട, ഞാൻ ചെറിയച്ഛനോട് സംസാരിക്കാം. നോക്ക് അതെന്താണെന്ന്. അവൻ വെറുതെ അബദ്ധത്തിലും ചെന്ന് ചാടണ്ട. സത്യ മുത്തശ്ശ, ആദ്യമൊക്കെ മുത്തശ്ശൻ ചെറിയച്ഛനോട് വഴക്കുണ്ടാക്കുമ്പോ കാരണമില്ലാതെ ഞാൻ തോന്നിയിരുന്നു. പക്ഷെ ഇപ്പൊ എനിക്ക് എന്തോ കാരണമുണ്ടെന്ന് തോന്നുന്നു. ഐ ഫീൽ ദ സെയിം. എന്താ? എന്തു പറ്റി? ഒന്നുമില്ല. ഒരു കാര്യം സത്യമാണ്, എന്റെ വീട്ടുകാരെ ഒരിക്കലും ഞാൻ കൈവിട്ടുകളയില്ല. ബട്ട് തെറ്റുകളൊക്കെ സമ്മതിച്ചു കൊടുക്കാനും എന്നെ കൊണ്ട് പറ്റില്ല. തെറ്റാര് ചെയ്താലും തെറ്റ് തന്നെ. അയ്യോ, ഇതെന്താ അത്ഭുതമാടാ. നിന്റെ അച്ഛൻ സംസാരിക്കുന്ന പോലെ തന്നെയാണല്ലോ സംസാരിക്കുന്നത്. ഒരു സെക്കൻഡ് നേരത്തേക്ക് എന്റെ കൺമുന്നിൽ നിന്റെ അച്ഛൻ വന്നു പോയ പോലെ തോന്നിയിടാ. മുത്തശ്ശ, ഹാവ് ടു ഗോ ഫോർ ദ സ്കൂൾ ഇവന്റ്. ഐ ആം വെരി എക്സൈറ്റഡ് ടുഡേ. ഇത് നല്ല കഥ. പോകുന്നത് സ്കൂൾ ഫംഗ്ഷനാ. അതിലെന്താ നിനക്ക് ഇത്ര എക്സൈറ്റ്മെന്റ്? ബിക്കോസ് അതെന്റെ സിഹിയുടെ സ്കൂളാ മുത്തശ്ശ. എന്തോ നിന്റെ കാമുകിയെ കാണാൻ പോകുന്ന പോലത്തെ സന്തോഷാണല്ലോ. പ്രേമിച്ചോടാ. വീട്ടിലേക്ക് നല്ലൊരു മരുമകളെ കൊണ്ടുവരണമെന്ന് പറഞ്ഞാ സന്യാസിമാരെ പോലെയാണല്ലോ. ഇപ്പോഴത്തെ കാലത്ത് ചെറുക്കന്മാരൊക്കെ എങ്ങനെയാ? പ്രേമിക്കാൻ പോലും അറിയില്ല. നീ എന്നോട് ചോദിക്ക്, പ്രേമിക്കേണ്ടത് എങ്ങനെയാന്നേ ഞാൻ പറഞ്ഞുതരാടാ. എന്റെ മുത്തശ്ശനാ നിങ്ങള്. കുറച്ച് നാണം വേണം. എന്ത് തെറ്റടാ ഞാൻ പറഞ്ഞേ? മുത്തശ്ശ, ഞാൻ ലേറ്റ് ആവുന്നു. മുത്തശ്ശന്റെ പ്രേമഗാഥ ഞാൻ പിന്നെ വന്ന് കേൾക്കാം. ഓഹോ, അശോക് സർ, ഗുഡ് മോർണിംഗ്. വരൂ സർ, നമ്മുടെ COO അശോക് സർ. വരൂ സർ, വരൂ, ഞങ്ങളുടെ കൂടെ ഇരുന്നോളൂ. എന്താ ഇങ്ങനെയൊക്കെ? അശോക് എന്ന് വിളിച്ചാൽ മതി. അതൊരിക്കലും കഴിയില്ല. ഐ എം സെലിബ്രേറ്റിംഗ് യുവർ ന്യൂ റോൾ ഇൻ ദ കമ്പനി. വരൂ വരൂ സർ, ഞങ്ങളോടൊപ്പം കുറച്ചു നേരം ഇരുന്നോളൂ സർ, പ്ലീസ്. ഇറ്റ്സ് ഓക്കെ. നീ ഇരിക്കടാ, നീ ഇരിക്കേ. ഇത്രയും കാലത്തിനിടയ്ക്ക് അവളൊരു കസേര പോലും ഒഴിഞ്ഞു കൊടുത്തിട്ടില്ല. പറഞ്ഞതല്ലേ, നീ ഇരിക്കേ. അല്ല അശോക്, അപ്പൊ നിനക്കൊരു ബംഗ്ലാവ് തന്നിട്ടും നീ അത് വേണ്ടാന്ന് പറഞ്ഞ് റിജക്ട് ചെയ്തല്ലേ? നീ എന്താടാ ഇങ്ങനെ? നിന്നോടിപ്പോ സംസാരിക്കാൻ പോലും എനിക്ക് പേടിയാവുന്നുണ്ട്. അല്ല, നീ ബംഗ്ലാവ് വരെ റിജക്ട് ചെയ്തവനാ. ഞാൻ ഇപ്പൊ വല്ല ടീയോ കോഫിയോ വേണോന്ന് ചോദിച്ച് നീ എങ്ങനെ റിജക്ട് ചെയ്താ? എനിക്കതൊന്നും സഹിക്കാൻ കഴിയില്ല ഈശ്വര. ലൈഫില് എനിക്ക് ഏറ്റവും പേടിയുള്ളത് റിജക്ഷൻസ് ആണ്. വേണ്ടാന്ന് പറഞ്ഞ പിന്നെ നമ്മൾ എന്ത് ചെയ്യും? എനിവേസ്, COO, എന്നാലും ഞാൻ ചോദിക്കാണ്, കോഫി ഉണ്ട്, ടീ ഉണ്ട്, ഫുഡ് റെഡിയാണ്. നിങ്ങൾക്ക് എന്താ എടുക്കണ്ടേ സർ? വേണ്ട, ഞാൻ കഴിച്ചു. ഏട്ടാ, ഞാൻ ഇന്ന് വാഴയില കൊണ്ട് ഒരു ഡിഫറെന്റ് റെസിപ്പി ട്രൈ ചെയ്യുന്നുണ്ട്. സിതയോട് വാഴയില കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ട്. ഉച്ചക്കല്ലേ നീ ഉണ്ടാക്കുന്നത്? ഇപ്പോ നമ്മുടെ അശോകിന് സ്ട്രോങ് ആയിട്ടൊരു കോഫി കൊടുക്ക്. അത് ഉടനെ തന്നെ കൊടുക്കണം. ശരി ഏട്ടാ.
മേമ, റാം എവിടെ? റാമും അച്ഛനും പുറത്തവിടെ സംസാരിച്ചോണ്ടിരിക്കുക. ഞാൻ കോഫി എടുക്കാവേ. സർ, എന്താ ഇവിടെ ഇങ്ങനെ നിൽക്കുന്ന? ഇരിക്കെ പ്ലീസ്. വരൂ, ഇരുന്നോളൂ. അശോക, കല്ല് കണക്കില്ലാത്ത അത്രയും ഉളി വെച്ച് കൊത്തി ശരിയാക്കിയിട്ടാണ് ഭഗവാനെ ഉണ്ടാക്കുന്നത്. അത് കഴിഞ്ഞ അതിൻ്റെ പൂജയും എല്ലാം മനസ്സിലായോ? എൻ്റെ ഭാര്യ നന്നായിട്ട് കോഫി ഉണ്ടാക്കും, നല്ല സൂപ്പർ കോഫി. അന്നത്തെ ദോശ നിനക്ക് ഓർമ്മയില്ലേ? കോഫി കുടിച്ചിട്ടേ പോകാവൂ. ഐ ഇൻസിസ്റ്റ്, പ്ലീസ്. തീർച്ചയായിട്ടും. ഗുഡ് ബോയ്. രാജിച്ചി എങ്ങനെയുണ്ട് കാണാൻ? ഓ, എന്താ ഗൗരി, രവീന്ദ്രൻ പ്രത്യേകം നോക്കാൻ വേണ്ടി ഒരുങ്ങി വന്നിട്ടുണ്ടല്ലോ. പിന്നെ നിങ്ങൾ ഇതുപോലെയൊക്കെ ഒരുങ്ങും, എനിക്ക് ഒരുങ്ങണ്ട ചേച്ചി. ഇതെന്താ ഇത്? ഞാനൊരു തമാശ പറഞ്ഞല്ലേ. വീടിന്റെ ഡോക്യുമെന്റ്സ് ഒക്കെ സബ്മിറ്റ് ചെയ്തിട്ടുണ്ട് സർ. വേറെ എന്തെങ്കിലും വേണമായിരുന്നോ? വെക്കേറ്റ് ചെയ്യാൻ എത്ര സമയം കിട്ടുമായിരിക്കും സർ? ഡിപെൻഡ്സ് ഓൺ ബയേഴ്സ്. ആ വീട് വാങ്ങുന്നവര് പറയുന്നത് പോലെയാ, അതിൽ ഞങ്ങൾ ഇന്റർഫിയർ ചെയ്യാറില്ല. ഓക്കെ സർ, താങ്ക് യു. എത്ര നേരം വേണം? കഴിഞ്ഞു, നമുക്ക് ഇറങ്ങിയാലോ? സീതമ്മ, നീ സാരി ഉടുക്കുന്നില്ലേ? സാരിയോ? സീതമ്മ, സാരി ഉടുക്ക്. സാരിയൊക്കെ എന്തിനാ? ഈ ഡ്രസ്സിന് എന്താ കുഴപ്പമുള്ളേ? എന്റെ ഫ്രണ്ട്സിന്റെ അമ്മയൊക്കെ സാരി ഉടുത്താ വരിക. പ്ലീസ് സീതമ്മ, സാരി ഉടുക്ക്. ഞാൻ മാത്രം നീ പറയുന്നത് കേട്ടാ മതിയോ? ഞാൻ പറഞ്ഞത് നീ കേക്കില്ല? സാരിയൊക്കെ ഉടുക്കാൻ ഒരുപാട് സമയം എടുക്കും മോളെ. ആദ്യം നല്ലതുണ്ടോ നോക്കണം. അവസാനം നീ ലേറ്റ് ആവും കേട്ടോ. ഞാൻ പോയി പെട്ടെന്ന് സാരി എടുത്തിട്ട് വരാം. ബിസിനസ് കാര്യങ്ങളിലേക്ക് വരുമ്പോൾ എനിക്കുള്ള അതേ റൈറ്റ്സ് നിങ്ങൾക്കും ഉണ്ട് ചെറിയ. പക്ഷെ നമ്മൾ കറക്റ്റായിട്ട് ചെയ്യുന്നുണ്ടോ എന്നതാ. ഏത് പ്രോപ്പർട്ടിയില്ല എത്ര ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് ഒരു കറക്റ്റ് ക്ലാരിറ്റി ഉള്ളത് വളരെ നല്ലതാ. ആം ഐ റൈറ്റ്? പറ ചെറിയ, എവിടെയാണ് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്നത്? അത് റാം, ബാംഗ്ലൂരുള്ള പ്രൈം ലൊക്കേഷനുള്ളൊരു പ്രോപ്പർട്ടി ഓപ്ഷനിൽ വെച്ചിട്ടുണ്ട്. അത് വാങ്ങിയാൽ കൊള്ളാമെന്നുണ്ട്. അത്ര വലുതൊന്നുമല്ല റാം, ഒരു 19 ലക്ഷം രൂപ കൊടുത്താൽ കിട്ടും. ഓക്കെ, ബട്ട് അത് വാങ്ങിയിട്ട് എന്താണ് പരിപാടി? വാട്ട്സ് യുവർ ലോങ്ങർ പ്ലാൻ? സി, ബിസിനസ് എന്ന് വെച്ചാൽ ഗാംബ്ലിംഗ് അല്ല ചെറിയ. ഇറ്റ്സ് ഓൾ അബൌട്ട് ഡിസിപ്ലിൻ ആൻഡ് ട്രസ്റ്റ്. ബിക്കോസ് ഞാൻ ബിസിനസ് ചെയ്യുന്ന ഇങ്ങനെയാണ്. നിങ്ങളുടെ പ്ലാൻ എന്താന്ന് പറ. ആ പ്രോപ്പർട്ടിയിൽ പോയി ഇൻവെസ്റ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യാനായിട്ട് പ്ലാൻ എന്ന് പറ. അത് റാം, ചെറിയ അത് ഏത് പ്രോപ്പർട്ടിയാണെന്ന് എന്നോട് പറ. അറ്റ്ലീസ്റ്റ് ഞാനത് കണ്ടു കഴിഞ്ഞാൽ എന്തെങ്കിലും ഐഡിയ എനിക്കും പറയാലോ. ഞാൻ നിങ്ങളെക്കാട്ടിലും ഇളയവനാ. നിങ്ങളെ അഡ്വൈസ് ചെയ്യാന്ന് കരുതേണ്ട ആവശ്യമേ ഇല്ല ചെറിയ. എനിക്കും ഇങ്ങനെയൊന്നും സംസാരിക്കാൻ ഒട്ടും താല്പര്യമില്ല. മുത്തശ്ശൻ പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ഞാനിപ്പോ ഇങ്ങനെ വന്ന് സംസാരിക്കുന്നത്. നിന്റെ മകൻ കൊള്ളാവല്ലോടി വാണി. വഴി തെറ്റിപ്പോലും ഞങ്ങൾക്കൊന്നും കിട്ടരുത്, അതാണിവൻ. പക്ഷേ ഞാൻ വിട്ടുകൊടുക്കും. എനിക്ക് വേണമെന്ന് വെച്ച ഞാനത് സ്വന്താക്കും. ഇറ്റ്സ് ഓക്കെ, ഇറ്റ്സ് ഓക്കേടാ, നോ പ്രോബ്ലം. യു ആർ റൈറ്റ്, യു ആർ റൈറ്റ്. ഇൻഫാക്ട്
ഈ ബിസിനസ് ഫീൽഡിൽ സത്യം പറയുകയാണെങ്കിലേ നിന്റെ അത്ര വിഷനൊന്നും എനിക്കില്ല. ഞാൻ നിന്നെ പോലൊരു ബിസിനസ് എന്റർപ്രണർ അല്ല. നിന്റെ അത്രയും വലിയ ആദർശവാനും അല്ല ഞാൻ. ചെറിച്ച പ്ലീസ്. എടാ, ഞാൻ പറയുന്നതൊക്കെ സത്യമാടാ റാമോനെ. ഐ എം ടെല്ലിംഗ് ദി റിയാലിറ്റി. ഐ എം റിയലി പ്രൗഡ് ഓഫ് യു. ആക്ച്വലി കാര്യം എന്താണെന്ന് വെച്ചാ നിന്റെ മേമ ചില കാര്യങ്ങളിലേ. ചെറിച്ച പ്ലീസ്, ഇതിൽ മേമേ വെറുതെ വലിച്ചഴിക്കണ്ട. ഷീസ് ഔട്ട് ഓഫ് ദിസ്. റമ നോക്ക്, എല്ലാ കാര്യങ്ങളും എല്ലാവരോടും തുറന്നു പറയാൻ പറ്റില്ല. എന്റേതായിട്ടുള്ള ചില പ്ലാൻസുകളൊക്കെ ഉണ്ട്. അത് ചെയ്താൽ കൊള്ളാമെന്നുണ്ട്. അത് ഞാൻ ചെയ്തോളാം. അല്ല, അതെ, ഇതിൽ കൂടുതലൊന്നും എനിക്ക് പറയാനില്ല റാം. ഐ എം സോറി. ഈ ക്ലാരിറ്റി താ എന്ന് പറയാൻ എന്റെ കയ്യിൽ വല്ല ക്ലാരിറ്റി ഉണ്ടായിട്ട് വേണ്ടേ? ഇവിടെ ആരൊക്കെ എനിക്ക് എത്ര തലവേദന ഉണ്ടാക്കിയാലും നീ ആഗ്രഹിച്ച പോലെ നിന്റെ ഡാൻസ് ഞാൻ കാണാൻ വരും. അതൊരിക്കലും ഞാൻ മിസ്സാക്കില്ല എന്റെ സീക്കുട്ട. ഐ എം കമ്മിങ്. പേരൻസ് എല്ലാവരും അവിടെ പോയിരുന്നോളൂ. ഈവന്റ് കഴിഞ്ഞാൽ ഉടനെ സെക്ഷൻ വൈസ് അനൗൺസ് ചെയ്യാം. എന്നിട്ട് കുട്ടികളെ കൊണ്ടുപോയിക്കും. അതുവരെ എല്ലാവരും കസേരകളിൽ പോയിരുന്ന പ്രോഗ്രാം കണ്ട് എൻജോയ് ചെയ്തോളൂ. ഓക്കെ. കുട്ടികളെ എല്ലാവരും ഇങ്ങ് വാ. നമ്മുടെ ഗസ്റ്റ് വരുന്ന സമയത്ത് അദ്ദേഹത്തെ എങ്ങനെയാ വെൽക്കം ചെയ്യേണ്ടതെന്ന് എല്ലാവർക്കും ഓർമ്മയുണ്ടല്ലോ അല്ലേ? വെൽക്കം ചെയ്യുന്ന സമയത്ത് കൊടുക്കേണ്ട റോസ് എവിടെയാ വെക്കേണ്ടത്, എപ്പോഴാ കൊടുക്കേണ്ടതെന്നൊക്കെ ഓർമ്മ വേണേ. ഓക്കെ, വാ മോനെ. സിഹിമോളെ, നീ നന്നായിട്ട് ഡാൻസ് കളിക്കണം കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. ഞാൻ അവിടെ ഇരിക്കുന്നുണ്ടാവും, നിന്നെ തന്നെ നോക്കിയിരിക്കും. ഓക്കെ, ബൈ. ഓക്കെ സീതമ്മ. സീതമ്മ, ഇതിലൊന്ന് തൊട്. എന്താടി ഇത്? തൊട് സീതമ്മ. ശരി. ഇതിപ്പോ എന്തിനാ? സീതമ്മ, എന്റെ ഫ്രണ്ട് വരില്ലെന്നാ കരുതിയേ. പക്ഷെ നീ എന്റെ ഫ്രണ്ട് വരുമെന്ന് വരില്ലല്ലോ തൊട്ടെ. താങ്ക് യു സീതമ്മ. നിന്നോട് ഞാൻ എന്താ പറയാ സിഹി? നിന്റെ ഫ്രണ്ട് ഇവിടെ എങ്ങനെ വരാനാ? എന്തൊക്കെയോ ആഗ്രഹിക്കും, എന്നിട്ട് അതും പറഞ്ഞ് വിഷമിക്കും.
ആനുവൽ ഡേ എന്നൊക്കെ പറഞ്ഞിട്ട് കുട്ടികളൊക്കെ ഇവിടെ? സർ, കുട്ടികളൊക്കെ അകത്തുള്ളത്. എല്ലാവരും നിങ്ങളെ കാത്തിരിക്കുക. അവരെല്ലാവരും ഡാൻസ് ചെയ്ത് നിങ്ങളെ വെൽക്കം ചെയ്യാൻ വേണ്ടി പ്രിപ്പയർ ആയിക്കൊണ്ടിരിക്കുക. ഓ, ഡാൻസ് ചെയ്ത് തന്നെ വെൽക്കം ചെയ്യോ? എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യേ, ഞാൻ വന്നിട്ടില്ലെന്ന് പോയി പറ. അത് വന്നിട്ടില്ലെന്നോ? അവരെനിക്കൊരു ഷോക്ക് തരാൻ വേണ്ടി കാത്തിരിക്കുക. ഞാനും അവർക്കൊരു സർപ്രൈസ് കൊടുക്കാം. സോറി ചിൽഡ്രൻ, രവി സാറിന് വരാൻ കഴിയില്ലെന്ന് ഇപ്പോഴാണ് ഞങ്ങൾക്ക് മെസ്സേജ് കിട്ടി. അയ്യോ കഷ്ടം. മക്കളെ, പ്ലീസ് ഡിസപ്പോയിന്റഡ് ആവരുത്. നമ്മുടെ പ്രോഗ്രാമൊക്കെ മുന്നോട്ട് പോകും. നമുക്കിവിടെ വേറെയും ഗസ്റ്റ് ഒക്കെ ഉണ്ടല്ലോ. നിങ്ങളുടെ പേരൻസും വെയിറ്റ് ചെയ്യുന്നുണ്ട് അല്ലേ? സോ ഇതേ എനർജിയിൽ നിങ്ങൾ ഡാൻസ് കളിക്കണം. ഓക്കെ അല്ലേ? അതുകൂടാതെ നിങ്ങളുടെ പെർഫോമൻസ് റെക്കോർഡ് ചെയ്ത് രവി സാറിന് അയച്ചു കൊടുക്കും. അവരെന്തായാലും ഇത് കാണുന്ന പറഞ്ഞത്. ഓക്കെ അല്ലേ? കം ഓൺ നൗ, cheer up. യെസ്. അയ്യോ, ഞങ്ങൾ കൊറേ പ്രാക്ടീസ് ചെയ്തിരുന്നു മാം. ഇന്നിനി രവി സാറ് വരില്ലേ? ഞങ്ങൾക്കിപ്പോ നല്ല വിഷമം തോന്നുന്നു. ഇറ്റ്സ് ഓക്കേ മാം. രവി സാറ് വന്നില്ലെങ്കിലും കുഴപ്പമില്ല. രവി സാറിന്റെ പാട്ടിന് ഞങ്ങൾക്ക് ഡാൻസ് കളിക്കാൻ പറ്റുമല്ലോ. വി ആർ ലക്കി. എന്തായാലും നമ്മുടെ വീഡിയോ രവി സാറ് കാണുമല്ലോ. ഞങ്ങൾക്ക് ഒരു വിഷമവും ഇല്ല. എന്ത് പറയുന്നു ഫ്രണ്ട്സ്? ഞങ്ങൾ സൂപ്പർ ആയിട്ട് ഡാൻസ് കളിക്കാം. Good. So, let's go. Get ready. Okay? രവി സാറ് വന്നില്ലെങ്കിലും ഫ്രണ്ട് നീയെങ്കിലും വരണേ. എന്റെ ഡാൻസ് കാണാൻ വരില്ലേ? എനിക്കറിയാം നീ എന്തായാലും വരുമെന്ന്. ഗുഡ് ഈവനിങ് എവരിവൺ. എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ലിറ്റിൽ ബി സ്കൂളിന്റെ 15ാമത്തെ വർഷ ആനിവേഴ്സറിയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഹാർട്ടി വെൽക്കം ടു യു ഓൾ. Please welcome on stage Siggy and Dave. എന്താ എല്ലാവരും ഡള്ളായിട്ടിരിക്കുന്നേ? ഞാനിവിടെ ഉണ്ടല്ലോ. എനർജി എനർജി.
ഇത് എന്ത് അത്ഭുതം! സി ആഗ്രഹിച്ചതുപോലെ റാം വന്നിട്ടുണ്ടല്ലോ. അയ്യോ, എന്റെ അടുത്ത് തന്നെ ഒരു സീറ്റ് ഉള്ളപ്പോ ഈ മനുഷ്യൻ എന്തീ കിടന്ന് തരയുന്നേ? അയാളുടെ അടുത്ത് പോയിട്ടിരിക്കണോ? എന്താ ചെയ്യേണ്ടത്? സർ, ഇവിടെ കുറെ കാലി സീറ്റ് ഉണ്ടല്ലോ. സാർ പിന്നെ എന്താ ഇവിടെ വന്നിരുന്നേ? സർ, ഒരുപാട് കളിക്കാൻ നിൽക്കില്ലേ, അവിടെ ഇരിക്കും. പ്രിയ, ഇത് നിന്റെ ചെറുക്കനാണോ? അയ്യോ അല്ലമ്മേ, ഇദ്ദേഹം എന്റെ ഓഫീസിലുള്ള ആളാ. നമ്മുടെ റാം സാർ ഇല്ലേ, അദ്ദേഹത്തിന്റെ ഫ്രണ്ടാ. ഓ, അത് ശരി. നമസ്കാരം. നമസ്കാരം മോനെ. ഇത് എന്റെ ഭർത്താവാണ്. നമസ്കാരം. ബൈ. എല്ലാവർക്കും സർപ്രൈസ് എങ്ങനെ ഉണ്ടായിരുന്നു? അല്ല, നീ സിഹിയല്ലേ? അതെ രവി സാർ. ആഹാ, നീ ഡ്രാമ മാത്രമല്ല, നന്നായിട്ട് ഡാൻസും ചെയ്യല്ലേ? താങ്ക് യു രവി സാർ. കണ്ടില്ലേ, രവി സാറിനെ എന്നെ ഇപ്പോഴും ഓർമ്മയുണ്ട്. നിന്നെ എനിക്ക് മറക്കാൻ കഴിയോ? താങ്ക് യു രവി സാർ. ഹായ്, ഹലോ സർ, പ്ലഷർ മീറ്റിംഗ് യു പ്ലീസ്. പിന്നെ എന്തൊക്കെയുണ്ട്? സൂപ്പർ സർ, വാട്ട് അബൌട്ട് യു? ഓക്കെ ആയിട്ട് പോകുന്നു.